യെസ് ഹലോ ചോ ഹായ് നമസ്തേ ക്യാ ഹാൽ ചാൽ. സംവാദ്ഹീൻ എന്ന് പറയുന്ന പാഠഭാഗം ചാപ്റ്റർ 9 CBSEയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. പലപ്പോഴും നമുക്കറിയാം സംസാരിക്കാൻ ഒരാളില്ലെങ്കിൽ എത്രമാത്രം കൊടൂരമായിരിക്കും ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു പാഠഭാഗമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു പാഠഭാഗത്തെ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ഒരു കഹാനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഒരു സിമ്പിൾ കഹാനിയാണ്, ചെറിയൊരു സ്റ്റോറിയാണ്. നിങ്ങൾ എന്താണ് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഒരു പെറ്റ് ഉണ്ട്, നിങ്ങൾ എപ്പോഴും അതുമായിട്ടാണ് സംസാരിക്കാറ്. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡോഗിയായിട്ട് എടുക്കാം, അതുമായിട്ട് നിങ്ങൾ എപ്പോഴും സംസാരിക്കും, അതിൻ്റെ കൂടെ കളിക്കാറുണ്ട്. അങ്ങനെ പോകുന്നിടെ നിങ്ങൾക്കൊരു ഒരു ട്രിപ്പ് വരുവാണ് ചെയ്യുന്നത് സ്കൂളിൻ്റെ ഭാഗമായിട്ട്. 10 ദിവസം ഈ ഒരു ഡോഗിയെ മാറി നിൽക്കേണ്ട ഒക്കെ ആവശ്യമുണ്ട്. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശബ്ദമാക്കുമ്പോൾ തിരിച്ച് ശബ്ദമാക്കുകയും നിങ്ങളുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഡോഗിയാണ്. അപ്പോൾ നിങ്ങൾ ടൂർ പോയിട്ട് തിരിച്ചൊരു 10 ദിവസം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ ഒരു ഡോഗി നിങ്ങളെ മൈൻഡാക്കുന്നില്ല, നിങ്ങൾ ശബ്ദമാക്കിയിട്ട് തിരിച്ചു ശബ്ദമാക്കുന്നില്ല. നിങ്ങൾ ആരാണ് എന്ന് പറയുന്ന പോലെ നെവർ മൈൻഡായിട്ടാണ് ആ ഡോഗി നിൽക്കുന്നത്. എങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതുപോലത്തെ ഒരു കഹാനിയാണ് ഈ ഒരു സംവാദ്ഹീൻ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം. ഓക്കെ, സോ ശേഖർ ജോഷി എന്ന് പറയുന്ന ഈ ഒരു ഓഥർ അതിനെ വളരെ ഹൃദയസ്പർശിയായിട്ടാണ് എഴുതിയിട്ടുള്ളത്. പാഠഭാഗത്തിലേക്ക് കടക്കാം. ഓക്കെ, സോ പാഠഭാഗം വളരെ എളുപ്പമാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളാൽ എഴുതാൻ പറ്റുന്ന ഒരു പാഠഭാഗം തന്നെയാണ്. സോ എല്ലാത്തിൻ്റെയും എൻഡിങ് എന്ന് പറയുന്നത് ഹാപ്പി എൻഡിങ് ആവത്തില്ല അല്ലെ. എല്ലാത്തിനും അവസാനം എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിക്കലി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. റിയലിസ്റ്റിക് ആയിട്ട് യഥാർത്ഥവാദി ഒരു കാര്യം കൂടിയുണ്ട്. എല്ലാത്തിൻ്റെയും എൻഡ് എന്ന് പറയുന്നത് ഫിക്റ്റിയസ് ആയിരിക്കത്തില്ല. ഇവിടെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മളുടെ മുന്നിൽ കാണിച്ചിട്ടുള്ളത്. അത് ഒരു കടേ സച്ചാണ്, ഒരു ബിറ്റർ ട്രൂത്ത് ആണ്. അതുകൊണ്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പ്രശ്നമാണെങ്കിൽ പോലും പലപ്പോഴും അത് അങ്ങനെയാണ്. ഓക്കെ, അതാണ് ജീവിതം എന്ന് പറയുന്നത്. സംവാദ്ഹീൻ എന്ന് പറയുന്ന ഒരു പാഠഭാഗം തനിച്ചായപ്പെട്ട ഒരു തായ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെയാണ്. തൻ്റെ മക്കളും അതുപോലെ തന്നെ എല്ലാവരും തന്നെ വിട്ട് ഷെഹറിലേക്ക്, പട്ടണത്തിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ആ ഒരു ഒറ്റപ്പെടലിൽ, ആ ഒരു അഖേലാപ്പൻ, വൃദ്ധാവസ്ഥാമേ അഖേലാപ്പൻ, വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടലാണ് തായിയെ സംബന്ധിച്ച് അവരുടെ ജീവിതം. അത് തന്നെയാണ് അവർക്ക് സംവാദ്ഹീൻ എന്ന് പറയുന്നത്. സംസാരിക്കാൻ ആരുമില്ല. കാരണം മക്കളൊക്കെ എന്താണ് വിസ്ഥാപനാക്കിയ സാത്ത്, ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് കാരണം, നല്ല ബെറ്റർ എഡ്യൂക്കേഷൻ ഫോർ ദെയർ ചൈൽഡ്, അതൊക്കെ കാരണം അവർ എന്ത് ചെയ്തു, ദേ ജസ്റ്റ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ഗ്രാമത്തിൽ നിന്ന് സിറ്റിയിലേക്ക്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് കാരണം തന്നെ നമ്മുടെ തായ് ഒറ്റക്കാണ്, അഖേലയാണ്. അങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് ഗൺപത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു തോത്തയായിട്ടുള്ള മിട്ടു എന്ന് പറയുന്ന തോത്തയെ അവരുടെ ജീവിതത്തിലേക്ക് കൊടുത്തത്. ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞുതരാം ഞാൻ. ഓക്കെ, സോ സംവാദ്ഹീൻ എന്ന് പറയുന്ന കഹാനി നമുക്ക് നോക്കിയാലോ. ശേഖർ ജോഷി ദ്വാര രചിത് ഗ്രാമീൺ ജീവൻ കി അഖേലാപ്പൻ, ഗ്രാമീണ ജീവിതത്തിലെ ഒറ്റപ്പെടലും അതുപോലെ തന്നെ മാനവീയ സംവേദനവും, മനുഷ്യന്റെ ആ ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയുന്നതും, പശു പക്ഷിയോ കെ സാത്ത് പ്രേം കി ജോ ദർശാനി വാലി ഏക് മാർമിക് കഹാനി ഹെ. നമുക്ക് മനുഷ്യരോട് മാത്രം കാണിക്കുന്ന ആ ഒരു സ്നേഹം മൃഗങ്ങൾ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. അത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അല്ലെ. അത് ഒരിക്കലും മനുഷ്യരിൽ ഒതുങ്ങുന്ന അല്ല, മറിച്ച് മൃഗങ്ങളിലും മനുഷ്യരിലേക്ക് ആ ഒരു സ്നേഹം കാണിച്ചു കൊടുക്കാൻ പറ്റും എന്ന് നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെയാണ് ആ ഒരു മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെയും സ്നേഹബന്ധത്തെയും ഒറ്റപ്പെടലും ഒക്കെ കാണിക്കുന്ന ഒരു പാഠഭാഗമാണ് ഈ ഒരു കഹാനി. നേരെ നോക്കാം. തായ് കാ അഖേലാപ്പൻ, തായുടെ ഒറ്റപ്പെടലും അതുപോലെ തന്നെ മിട്ടു സെ പ്രേം. ഓക്കെ, സോ ബഡേ ഘർ കി ജോ മാലിക് തായ്ക്ക ബരാ പൂര പരിവാർ താ, നല്ല നിറഞ്ഞ സദസ്യരാൽ നിറഞ്ഞ നല്ലൊരു പരിവാർ, പ്രോസ്പെരിറ്റിയാൽ നിറഞ്ഞ നല്ലൊരു ഫാമിലിയാണ് നമ്മുടെ തായിയുടെ എന്ന് പറയുന്നത്. ലേക്കിൻ സമയക്ക് സാത്ത്, സമയത്തിനനുസരിച്ച് ബേട്ടെ ബഹു ഷെഹർ ചലേ ഗയേ, തന്റെ മക്കളും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് വന്നവരൊക്കെ എന്താണ്, അവരൊക്കെ നല്ല ബെറ്റർ സൊഫിസ്റ്റിക്കേറ്റഡ് ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട് തായിയെ ഗ്രാമത്തിൽ ഒഴിവാക്കിക്കൊണ്ട് അവർ അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, പട്ടണത്തിലേക്ക്, ഷെഹറിലേക്ക് പോയിട്ടുണ്ട്. ബേട്ടിയാം അപ്പനെ ഘർ ബസ് ഗേ, കല്യാണം കഴിഞ്ഞ പെൺമക്കളൊക്കെ അവരുടെ വീട്ടിൽ തന്നെ ഇങ്ങോട്ടൊന്നും വരാതായി. അപ്പോൾ തായ് ഒറ്റപ്പെടലാണ്. उस सूने घनहर जैसे घर गणपत द्वारा लाया गया एक पहाड़ी तोता ही ताई का एकमात्र सहारा बना. സോ അപ്പോഴാണ് ഈ ഒരു ഒറ്റപ്പെടലിൽ നിൽക്കുന്ന തായിയുടെ ലൈഫിലേക്ക് ഗൺപത് എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരാൾ തായിക്ക് എന്ത് ചെയ്തു, ഒരു തോത്തയെ, മിട്ടു എന്ന് പേരുള്ള ഒരു തോത്തയെ സമ്മാനിക്കുകയുണ്ടായി. അപ്പൊ തായിയുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഈ ഒരു തോത്ത വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് അതിനുശേഷം പറയുന്നത്? ओके, सो एक पहाड़ी तोता क्या है, मिट्टू नामक एक पहाड़ी तोते को गणपत ने हमारी जो थाई के हाथ में दिए हैं. सो क्या है इसके साथ इसके आने के बाद क्या बदलाव आया है, चलो देखते हैं. रेडी. सो यह है कहाँ पे गया आ गया यहाँ पे. ओके, सो एकमात्र सहारा बनाया. एकमात्र सहारा कौन था? മിട്ടു था. ഓക്കെ, ഒരു ഏകമാത്ര സഹാര എന്ന് പറയുന്ന ഏക ആശ്രയം മിട്ടു മാത്രമായിരുന്നു. उन्हें सीताराम कहकर जगाता और दोनों के बीच गट्टी मीठी नोक झोंक भी होती. സോ സീതാറാം എന്ന് വിളിച്ച് അതിനെ എഴുന്നേൽപ്പിക്കുകയും രണ്ടുപേരും തമ്മിലുള്ള സംസാരമൊക്കെ പാഠഭാഗം വായിച്ച് നിങ്ങൾക്കറിയാം. സോ പരസ്പരം നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇമോഷൻസ് ഒക്കെ ഷെയർ ചെയ്ത് തായ് തൻ്റെ ആ ഒരു എന്താണ് സംവാദ്ഹീൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറി സംവാദ് എന്നതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ സംവാദ്ഹീൻ എന്ന പാഠഭാഗത്ത് നിന്ന് മാറി സംവാദ് എന്നതിലേക്ക് എത്തി. ഇനി എന്താണ് മാറുന്നത്? ഓക്കെ, അപ്പോഴാണ് ജഗൻ മാസ്റ്റർ ഓർ അൻഹോനി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് വരുന്നത്. ഓക്കെ,
തായ്ക്ക് അപ്പോഴാണ് കുംഭ് സ്നാൻ കെ ലിയെ एक പ്രയാഗ്രാജ് ജാനെ ലഗി. അപ്പോഴാണ് തായ്ക്ക് കുംഭ് സ്നാനത്തിന് വേണ്ടിയിട്ട് ഗംഗയിൽ ഒരു സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയാഗ്രാജിലേക്ക് പോവുകയുണ്ടായത്. तो उन्होंने मिट्टू को पड़ोसी जगन मास्टर की जो घर पर छोड़ दिया. मिट्टूने എന്താണ് ഗഗൻ മാസ്റ്റർ വീട്ടിൽ എന്ത് ഏൽപ്പിച്ചിട്ടാണ് वहां पे जगन मास्टर की जो पत्नी के हाथ में देकर हमारी जो ताई कुंभ स्नान के लिए प्रयागराज चली गई. അപ്പോഴാണ് എന്താണ് ജഗൻ മാസ്റ്റർ को तो नहीं पता है, ജഗൻ മാസ്റ്റർ ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കാര്യം. പക്ഷേ ജഗൻ മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി വളരെ ഐഡിയലിസം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സ്വതന്ത്ര വിചാർ, സ്വാതന്ത്ര്യം ലഭിക്കണം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരാളാണ്. ഇതുപോലെ പക്ഷികളെ കൂട്ടിലിട്ടൊന്നും വളർത്തരുതെന്ന് വിചാരിക്കുന്ന ഒരാൾ തന്നെയാണ്. ഉन्होंने पक्षी के जो थोड़ी आजादी देने के लिए पिंजरा खोला. പക്ഷി കുറച്ച് സ്വാതന്ത്ര്യം കിട്ടട്ടെ എന്ന് വെച്ചിട്ട് അവർ പിഞ്ചറെ ആ ഗേറ്റ് അങ്ങ് തുറന്നു വിട്ട സമയത്ത്, ആ കേജ് ഒന്ന് തുറന്നു വിട്ട സമയത്ത് മിട്ടു മോക്ക പാക്കർ റോഷൻ ദാൻ സെ കുലെ ആസ്മാൻ മേ ഉഡ് ഗയ. സോ ഈ ഒരു അവസരം നമ്മുടെ മിട്ടു മുതലാക്കിക്കൊണ്ട് തുറന്ന ആ ഒരു ആകാശത്തേക്ക് മിട്ടു പറന്നു പോവുകയുണ്ടായി. ഒരു തിരിച്ചു വരത്തില്ല. മിട്ടു തന്റെ ആ ഒരു സ്വാതന്ത്ര്യം എൻജോയ് ചെയ്തുകൊണ്ട് മിട്ടു അവിടെ നിന്ന് പറന്നുപോയി. ഓക്കെ, സോ എഫ്സി തോത്ത और സംവാദഹീനത. അപ്പോഴാണ് എഫ്സി തോത്ത ഡ്യൂപ്ലിക്കേറ്റ് തോത്തയെ അവർ റീപ്ലേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോഴാണ് സംവാദഹീനത എന്ന് പറയുന്നതിലേക്ക് പോകുന്നത്. തായ്ക്ക് പ്രേം और गुस्से से डरकर, തായിയുടെ ആ ഒരു സ്നേഹത്തിലുണ്ടായിരുന്ന ആ ഒരു കാര്യമാണ്, തായ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ തായ് ദേഷ്യപ്പെടുന്നത് പേടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഗണപത് की सलाह, ഗണപത് എന്ത് ചെയ്തു? ഒരു ഉപദേശം കൊടുത്തു. നേരത്തെ തോത്ത മിട്ടുവിനെ കൊടുത്ത ആളാണ് ഗണപത് ഒരു ഉപദേശം ആർക്ക് കൊടുത്തു? മാസ്റ്ററിന് കൊടുത്തു. ഓക്കെ, എന്ത് ചെയ്തു? मिट्टू की ही सूरत शक्ल का एक ही दूसरा तोता. ഓക്കെ, സോ മിട്ടുവിനെ പോലെയുള്ള വേറെ ഒരു തോത്തയെ എന്ത് ചെയ്തു? ആയ് ഓർ രാം റഠാനെ ലഗെ. സോ രാം എന്ന് പറയിപ്പിക്കാൻ വേണ്ടി, രാം സീതാറാം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ പുതിയൊരു ഡ്യൂപ്ലിക്കേറ്റ് എഫ്സി തോത്തയെ വെച്ചുകൊണ്ട് അതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ആര് തുടങ്ങി? നമ്മുടെ ജഗൻ മാസ്റ്റർ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കുംഭ് സെ ലോട്ട്കർ ജബ് തായ് അപ്പിനെ പ്യാരെ തോത്തെ സെ മിൽനെ ആയി. അപ്പോഴാണ് കുംഭ് മേളയിൽ നിന്ന് എല്ലാവരും വീടുകളിലേക്ക് പോകുമ്പോൾ തായ് നേരെ ആരുടെ? ജഗൻ മാസ്റ്റർ വീട്ടിലേക്ക് വന്നു നമ്മുടെ തോത്തയെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് തായ് അതിനെ വിളിച്ച സമയത്ത് തോത്ത ഒരു റിപ്ലൈ ഒന്നും തരുന്നില്ല അല്ലെ. ഉന്നെ കേവൽ ചുപ്ചാപ്പ് മിണ്ടാണ്ടിരുന്നു. ഓക്കെ, ആ ഒരു തോത്ത വെറും മിണ്ടാണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആരായത് അല്ലെ? അത് ആ തോത്തയല്ല. ഓക്കെ, അപ്പൊ തന്നെ ആർക്ക് കാര്യം മനസ്സിലായി? നമ്മുടെ ആർക്ക്? തായ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്താണ്? വഹ് മൗൻ രഹ് ഗയ. തായ് സൈലന്റ് ആയിട്ട് അവിടെ നിന്നു, സ്റ്റാറ്റിൽഡ് ആയിട്ട് അവിടെ നിന്നു. ജിസ് തായ് കാ ജോ വഹ് സുനാപ്പൻ और ഗഹര ഹോ ഗയ. സോ അപ്പോഴാണ് തായുടെ ആ ഒരു ട്രോമയിൽ നിന്ന് ട്രോമയിലേക്ക് കയറ്റിവിടുക എന്ന പരിപാടിയാണ്. ആദ്യം സംവാദഹീനതയിലായിരുന്നു, പിന്നെ സംവാദിലേക്ക് വന്നു. ഇപ്പോൾ സംവാദഹീനതയുടെ അടുത്ത സ്റ്റേജിലേക്ക് കടത്തി വിട്ടിട്ടുണ്ട് ആര്? ഈ നല്ല ആൾക്കാർ, നാട്ടിലുള്ള ആൾക്കാർ. ഓക്കെ, സോ कि असली संवाद केवल प्रेम और आत्मीयता से होता है. യഥാർത്ഥ സംവാദം എന്ന് പറയുന്നത് ആ ഒരു സ്നേഹത്തിൽ നിന്നും അതൊരു ആത്മീയമായിട്ടുള്ള സോള് തമ്മിലുള്ള ഒരു കണക്ഷൻ എന്നൊക്കെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഉസ്കി നക്കൽ നഹി കി ജാ സക്തി ഹൈ. അതിനൊരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? കോപ്പി ചെയ്യാൻ സാധിക്കത്തില്ല. സോ ഒരാളോടുള്ള ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ ഈ ഒരു സംവാദഹീൻ എന്ന് പറയുന്നതിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? ഇമോഷണൽ ആയിട്ടുള്ള ബോണ്ടിങ് ഒക്കെ ഇല്ലാതാകുമ്പോഴാണ്. പക്ഷേ ഇമോഷണൽ ആയിട്ടുള്ള ബോണ്ടിങ്ങും പരസ്പരമുള്ള ആത്മീയമായിട്ടുള്ള കണക്ഷനും ആ ഒരു സ്നേഹമൊന്നും ഒരിക്കലും മറ്റൊരാൾക്ക് എടുക്കാൻ കഴിയില്ല. ചീ നഹി സക്തെ, അതായത് കോപ്പി ചെയ്യാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ തട്ടിയെടുക്കാൻ സാധിക്കത്തില്ല. ദാറ്റ് വിൽ ബി സെയിം. സോ ഇതാണ് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു എൻഡിങ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കാരണം തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ അവിടെ തോത്ത ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഇൻസിഡന്റ് ക്രിയേറ്റ് ചെയ്തൂടെ? ഇത് ഞാൻ ആപ്പിലെ കുട്ടികൾക്ക് സെറ്റ് ആക്കിയിട്ട് ഒരു സ്റ്റോറി നെറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊന്ന് ഡീകൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ, എങ്ങനെ ഇതിനെ റീഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ കഹാനി എങ്ങനെ എഴുതാം എന്ന് ഞാൻ ആപ്പിലെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ക്ലാസ് 9 എജുപോർട്ടിന്റെ ഈ ഒരു ക്ലാസ് 9 CBSE ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ജിമ്മൻ സാർ എജുപോർട്ട് ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ പോയാൽ മതി. നിങ്ങൾ അവിടെ പോയിട്ട് ജസ്റ്റ് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ക്ലാസ്, അതുപോലെ തന്നെ CBSE ക്ലാസ് 9 എന്നിടുക. നിങ്ങളുടെ ഫോൺ നമ്പർ ഇട്ടാൽ മതി. ഇവിടെ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് എജുപോർട്ടിന്റെ ബാച്ചിൽ മുന്നോട്ടേക്ക് പഠിച്ചു പോകാൻ സാധിക്കുന്നതിനാണ്. അതുപോലെ ഇതിന്റെ മലയാളം വേർഷൻ വേണമെങ്കിലും എന്നെ ജിമ്മൻ സാർ എജുപോർട്ടിന്റെ ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ മലയാളം വേർഷനും ഹിന്ദി വേർഷനും അയച്ചു തരാം. നല്ല രീതിയിൽ പഠിച്ചോളൂ, നല്ല മാർക്കിലേക്ക് എല്ലാവരും എത്തൂ. सो दैट्स अ थिंग बच्चों, बहुत बढ़िया, अच्छे से पढ़ लो. अगले चैप्टर के साथ मैं आऊंगा. तब तक के लिए धन्यवाद. जय हिंद. आपकी जो राय कमेंट बॉक्स में बताना, निങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ. സോ ജോഷ് ബച്ചോ, മിൽത്തെ ഹൈ, ടാറ്റ, ജയ് ഹിന്ദ്.